അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ, അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കന്മാരെ, ഉസ്താദുമാരെ, സാദാത്തുക്കളെ, പൗരപ്രമുഖരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ എന്റെ ജ്യേഷ്ഠാംഗന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും സവിശേഷമായ രണ്ട് സമ്മേളനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിലായി കേരളത്തിൽ നടക്കുകയുണ്ടായി. ഈ രണ്ട് സമ്മേളനങ്ങളുടെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത, ഒന്ന് മുടിയില്ലാത്ത മർക്കസ് സമ്മേളനം, ഇങ്ങനെ നമുക്ക് ആ സമ്മേളനത്തെ വിശേഷിപ്പിക്കാം. മറ്റൊന്ന് തൗഹീദില്ലാത്ത മുജാഹിദ് സമ്മേളനം. അക്ഷരാർത്ഥത്തിൽ ഈ രണ്ട് സമ്മേളനങ്ങൾക്കും അങ്ങനെ അടിവരയിടേണ്ടതാണ്. കാന്തപുരം വാദിച്ചിരുന്നതും വാദിക്കാൻ ആഗ്രഹിക്കുന്നതും ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ തിരുകേശം ഒന്നല്ല രണ്ടല്ല പലതും അദ്ദേഹത്തിന്റെ കൈവശം കാരന്തൂർ മർക്കസിൽ ഉണ്ടെന്നാണ്. ഈ സമ്മേളനത്തിൽ രണ്ടാമത്തെ മുടി കൈമാറിയ സാക്ഷാൽ അഹമ്മദ് ഖസർജി സ്റ്റേജിലിരിക്കുന്നത്. വളരെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അദ്ദേഹമോ അല്ലെങ്കിൽ പ്രഭാഷകരോ അല്ലെങ്കിൽ ആമുഖ പ്രസംഗം നടത്തുന്നവരോ അനൗൺസ്മെന്റ് നടത്തുന്നവരെങ്കിലും പറയേണ്ടതായിരുന്നു, ഈ മുടിയിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇതായതൊരു അനുഗ്രഹീത പ്രദേശമാണ്, അതവോടുകൂടി വരണം, അച്ചടക്കത്തോടെ വരണം, അനാദരവ് കാണിക്കരുത്, തങ്ങളുടെ ഒരു സ്വലാത്ത് ചൊല്ലി വരണം, ഇത് റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച കേന്ദ്രമാണ് എന്നീ ഒരു വാക്കുപോലും മണിക്കൂറുകൾ നീണ്ടുനിന്ന, ദിവസങ്ങൾ നീണ്ടുനിന്ന ആ സമ്മേളനത്തിൽ ഒരാൾ പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, സാക്ഷാൽ മുടി കൊടുത്ത സനത് വായിച്ച് മുടി കൈമാറിയ അഹമ്മദ് ഖസർജിയെ ആ സദസ്സിൽ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഇതാ നമുക്ക് വിശുദ്ധമായ തിരുദേശം മഹാനായ കാന്തപുരത്തിൽ കൈമാറിയ അഹമ്മദ് ഖസർജി എന്നൊരു വാക്കേഷിപ്പിക്കാൻ സാധിക്കാത്ത വിധം മുടി എന്ന പദപ്രയോഗം നടത്തുന്നതിൽ പോലും സാധിക്കാത്ത വിധം ഇതേ അവസ്ഥാവിശേഷമായിരുന്നു ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. തിരിച്ചു പറയാത്തൊരു പ്രസംഗം അവർക്ക് അറിയില്ല. അവർ ഉത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും ആണ്ട് ആഘോഷിക്കാൻ പാടില്ലാത്ത ആളുകൾ നൂറ്റാണ്ട് ആഘോഷിക്കുമ്പോൾ കേവലം 90 വർഷം തികഞ്ഞു എന്ന് സമ്മതിക്കുന്ന പശ്ചാത്തലത്തിൽ വിനയപൂർവ്വം പറയട്ടെ, 90 ആണ്ടുകളുടെ ചരിത്രത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പ്രപഞ്ചത്തിൽ തൗഹീദ് പറയാത്ത, മുസ്ലിങ്ങളെ മുശ്രിക്കുകളെന്ന് ആരോപിക്കാത്ത ഒരു പ്രസംഗം ഒരാളും ഒരു സമ്മേളനവും ഇന്നുവരെ അവർ കാഴ്ചവെച്ചിട്ടില്ല. പക്ഷെ ഇക്കഴിഞ്ഞ മുജാഹിദിന്റെ 8ാം സംസ്ഥാന സമ്മേളനം തൗഹീദ് എന്നൊരു അക്ഷരം പറയാൻ അവർ ധൈര്യം കാണിച്ചില്ല. കാരണം ജിന്നുകളെ പേടി. ഈ രണ്ട് ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ നേരിട്ട് കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ അഭിമാന സ്ഥാപനം അതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സാഹചര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീർഘവീക്ഷണത്തോടുകൂടി ബിദ്അത്തിനെതിരെ സത്യസന്ധമായ ദീനിന്റെ ആശയം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സ്ഥാപനം 50ാമത്തെ വാർഷികം 1900 കളങ്കം ചാർത്തിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ അവർ അടിസ്ഥാനപരമായി പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു സവിശേഷമായ പുതിയ അർത്ഥം അവർ പഠിപ്പിച്ചു. അല്ലാഹുവല്ലാതെ അദൃശ്യമായി ഗുണം ചെയ്യുന്നവരില്ല, അല്ലാഹുവല്ലാതെ അഭൗതികമായി ഗുണം ചെയ്യുന്നവരില്ല, അല്ലാഹുവല്ലാതെ മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യുന്നവരില്ല. ജിന്നിന് ഉപകാരം ചെയ്യാൻ കഴിയും, ഇപ്പോൾ മറഞ്ഞ വഴിക്ക് പിശാചിന് ഉപദ്രവിക്കാൻ കഴിയും, ഇപ്പോൾ മറഞ്ഞ വഴിക്ക് അള്ളാഹുന്റെ മലക്കുകൾ പോലും ഇടപെടുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറഞ്ഞ വഴിക്ക് ഉപകാരം ഉത്തരവ് ചെയ്യാൻ കഴിയുന്നവന് വേറെ മറ്റാരുമില്ല എന്ന തൗഹീദിന്റെ വചനം
നിങ്ങൾ തന്നെ നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ പൊളിച്ചു കളഞ്ഞില്ലേ, നിങ്ങൾ ശിർക്കുകാരായില്ലേ, കാരണം മറഞ്ഞ പിശാചുകൾക്ക് ഇടപെടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ എന്ന ചോദ്യത്തിന് അവർ ചേരി തിരിഞ്ഞ് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കഷ്ണങ്ങളായി ചിഹ്നിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 3ലും 4ലും 5ലും ഒതുങ്ങി നിൽക്കുന്നില്ല. 5 ഗ്രൂപ്പ് 8ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ച് നടത്തിയതോടുകൂടി ഔദ്യോഗിക ഗ്രൂപ്പിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നിരുന്ന അവരുടെ ഹുസൈൻ സലഫി എന്ന പ്രഭാഷകൻ ആ സമ്മേളനത്തിൽ ഔദ്യോഗിക ഗ്രൂപ്പിനെതിരെ പ്രതികരിക്കുകയും അദ്ദേഹത്തിന് അവർ തിരിച്ചു പ്രതികരിക്കുകയും അദ്ദേഹത്തിന് മറ്റൊരു ഗ്രൂപ്പ് രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന 6ാമത്തെ ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ സംജാതമായിരിക്കുകയാണ്. കൃത്യമായ നമ്മുടെ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ജിന്നിനെ അംഗീകരിക്കുന്നു, പിശാചിനെ അംഗീകരിക്കുന്നു മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ 6 മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേരെന്താണ് ഈ വിഷയത്തിൽ? ജിന്ന്, പിശാച്ച്, റുഖിയ, ശറയ്യ എന്നാണ്. ഒരു കാലത്ത് മന്ത്രം ശിർക്കാണെന്ന് പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനം മന്ത്രവും നൂലും ഉറുപ്പും ഐക്കല്ലും പാണക്കാട് വെച്ച് നൽകുന്നതിനെ കുറിച്ച് വളരെ പുച്ഛമായി പരിഹസിച്ചുകൊണ്ട് സ്വന്തം മാസികയിൽ ലേഖനം എഴുതിയ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് മന്ത്രവും പിശാച്ചും ജിന്നും എന്ന് പറഞ്ഞിട്ട് മന്ത്രവും എന്ന് പറയാൻ ലജ്ജയുള്ളത് കൊണ്ട് ആ വാക്ക് മാത്രം റുഖിയ, ശറയ്യ, അറബിയിൽ മന്ത്രം എന്ന് ആത്രം എഴുതി മന്ത്രത്തെയും ആത്മീയതയും അംഗീകരിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ മറിഞ്ഞ വഴിക്ക് ജിന്നിന് ഉപകാരം ചെയ്യാൻ സാധിക്കും, പിശാച്ചിന് മറിഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ സാധിക്കും. ഇത് സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറിഞ്ഞ വഴിക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്ന തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം നിങ്ങൾ പിൻവലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വ്യത്യസ്ത ചേരികളായി വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരർത്ഥം പറയാൻ സാധിച്ചിട്ടില്ല. ഒരു വിഭാഗം ഒന്നുകൂടി കടന്നുകൊണ്ട് മുന്നോട്ട് പോയി. ജിന്നി എന്ന് പറയുന്ന വർഗം, പിശാചി എന്ന് പറയുന്ന വർഗം അവർ മറഞ്ഞ ജീവികളല്ല, അവർ യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ജീവികളാണ്. അവരെ അംഗീകരിക്കുന്നതുകൊണ്ട് ശിർക്ക് തൗഹീദിനെതിരെ വരുന്നില്ല, അവരോട് സഹായം ചോദിച്ചാൽ പോലും അപകടം വരുന്നില്ലെന്ന് മാത്രമല്ല, യാ ഇബാദുല്ലാഹ് അഈനൂനി, മറഞ്ഞ വഴിക്ക് അള്ളാഹുവിന്റെ അടിയാറുകളെ സഹായിക്കണേ എന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മുസ്ലിം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ശിർക്കില്ല. കാരണം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണത്, ഇമാം നവവി റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണത്. അത്തരം മഹാന്മാരെ മുശ്രിക്കുകളാക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അതേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തവസ്സുലും തബറുക്കും ഇസ്തിഗാസയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങൾ അവരെയും മുശ്രിക്കാക്കാനില്ല എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ മുജാഹിദ് പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ച ആരോപണം അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം നടുവൊടിഞ്ഞു കിടക്കുന്ന ദയനീയമായ പശ്ചാത്തലത്തിലാണ് ഈ ആദർശ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ സമുന്നതരായ ഈ ജാമിഅ നൂരിയ അറബിക് കോളേജ് അതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടെ നമ്മൾ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. ഇവിടെ അഭിവന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഒന്ന് മാത്രമാണ് ആധികാരികമായി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അടിവരയിട്ടു. അഭിവന്ദനായ ചെറുശ്ശേരി ഉസ്താദ് ആധികാരികമായി പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഏറ്റ വിഭാഗമാണവർ. ശംസുലമ ആമീൻ പറഞ്ഞ ആ പ്രാർത്ഥന തട്ടിയ വിഭാഗമാണവർ. അവർ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊരു ഘട്ടത്തിൽ വിചാരിച്ചു, ഈ മുടിയുമായി ബന്ധപ്പെട്ട് ഇനി മേലിൽ ന്യായീകരിച്ച് പ്രസംഗിക്കേണ്ട, മേലിൽ ന്യായീകരിച്ച് ലേഖനം എഴുതണ്ട എന്ന് പരസ്യമായി തീരുമാനമെടുത്ത് പത്രപരസ്യം കൊടുത്ത് ആരെന്ത് പറഞ്ഞാലും ഇനി മുടി ന്യായീകരിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്, ആരെങ്കിലും മുടി ന്യായീകരിച്ച് പ്രസംഗിച്ചാൽ അച്ചടക്ക നടപടി സ്വീകരിച്ചു വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നം ഒതുങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒതുങ്ങുന്ന പ്രശ്നമില്ല. അങ്ങകല മദീന മുനവ്വറയിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകുന്നുവെങ്കിൽ ഇത് തങ്ങളെ പേര് കെട്ടിച്ചമച്ച് ആരോപിച്ച് ദുരാരോപണം ഉന്നയിച്ച് വ്യാജമായി ഇത് തങ്ങളുടേതാണെന്ന് പറഞ്ഞ ഈ പ്രചരിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കാണുന്നുണ്ട്. ആ തങ്ങൾ നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ ആദരണീയനായ ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത വിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായ നമ്മുടെ എല്ലാമായ ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ അവരെ മുഖം കെടുത്തട്ടെ എന്ന് 10,000 പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആദരണീയനായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരെ മുസ്ലിം സമുദായം പുറങ്കാലുകൊണ്ട് ചവിട്ടിത്താഴ്ത്താൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കാന്തപുരം വിഭാഗത്തിന്റെ
അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിലും അള്ളാഹു ഒരു അളവ് നിശ്ചയിച്ചിരുന്നു, പരിധി നിശ്ചയിച്ചിരിക്കുന്നു. കേവലം വ്യക്തി കൊടുത്ത കേസ് ഇതാ ഹൈക്കോടതിയിൽ കാര്യമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി വ്യാജമായ പ്രസ്താവനകൾ മാത്രം കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് തനിക്ക് അനുകൂലമായി കള്ള പ്രസ്താവനകൾ സത്യവാങ്മൂലം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ച പശ്ചാത്തലത്തിൽ ഇതാ നമ്മുടെ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ സമുന്നതരായ നായകന്മാർ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഇന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ MA എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ വെച്ച് ഇതിനെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് നൽകിയ ഈ തെറ്റായ അഫിഡവിറ്റ് പിൻവലിച്ചുകൊണ്ട് യഥാർത്ഥ അഫിഡവിറ്റ് നൽകി കേസുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനമേറ്റെടുത്തുകൊണ്ട് SKSS രംഗത്ത് വന്നു കഴിഞ്ഞു. ജനുവരി 31 ആയിരങ്ങൾ, പതിനായിരക്കണക്കിന് ബഹുജനങ്ങൾ കോഴിക്കോട് പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് വിജയകരമായി ഈ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന, നേതാക്കന്മാരുടെ പ്രാർത്ഥന സാർത്ഥകമാകാൻ നാം ഘടകങ്ങളാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആണെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.